ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയും നയനിയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണ് കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. എന്നിട്ട് നയനെ പറയാണ്, അവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി അമ്മേ, അതാ നമുക്ക് പറ്റിപ്പോയ തെറ്റ്. അപ്പം ദേവയാനി പറഞ്ഞു, അത് ശരിയാണ്, അവരെവിടെയൊക്കെയോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് എവിടെയൊക്കെയോ നമ്മളെ മനസ്സിലാക്കി തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മളും അത്രയ്ക്കും രഹസ്യമായിട്ട് അടക്കി പിടിച്ചുകൊണ്ട് നടക്കല്ലായിരുന്നല്ലോ. പരിസരബോധമില്ലാത്ത സത്യത്തിൽ ഞാൻ നിന്നോട് സംസാരിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും അവർ കണ്ടും കാണുമായിരിക്കും. അതായിരിക്കും ഈ ഒരു സത്യം അവര് കണ്ടുപിടിക്കാൻ കാരണവും ഈ ഒരു അമ്പലത്തിൽ പോയ സമയത്ത് അവർ പുറകെ വരാൻ കാരണവും ഇനി നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മോളെ. കാരണം ഇതിനേക്കാളും വലിയൊരു രഹസ്യം നമ്മൾ മറച്ചു വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആദർശിന്റെ കുഞ്ഞാന ചന്തുമോൾ എന്ന ആ ഒരു വലിയ ആ ഒരു പച്ചക്കള്ളം അത് നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ പച്ചക്കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് വേറെ ആരുമല്ല, ജലജയും അതുപോലെ തന്നെ നവ്യയും അഭിയും ഒക്കെയാണ്. എങ്കിൽ പോലും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ നിർബന്ധപ്രകാരമാണല്ലോ നമ്മൾ ഇത് മറച്ചു വെച്ചിരിക്കുന്നത്. ചന്തുമോളുടെ സേഫും നോക്കിയിട്ടാണല്ലോ മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പുറത്താകാതെ ലീക്ക് ആകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ കാര്യം തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാതെ എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഇതുപോലെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞ അത് ശരിയാ, നവ്യേച്ചിയുടെ കാര്യമാണെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അഭിയുടെ ജീവിതത്തിൽ നവ്യേച്ചി ഉണ്ടാവില്ല. നവ്യേച്ചിയുടെ ജീവിതം അത് മൊത്തം തകർന്ന് തരിപ്പണമായി പോകും. എന്നെപ്പോലെ ഒരിക്കലും സഹിക്കുന്ന ആളൊന്നും അല്ല നവ്യേച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിയെ ഉപേക്ഷിച്ചിട്ട് അനന്തപുരി തറവാട്ട് വിട്ടിറങ്ങി പോവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പരമാവധി മറച്ചു വെക്കുക തന്നെ വേണം. നമുക്ക് ഇവിടെ പറ്റിയ ഒരു തെറ്റ് അതിൽ പറ്റാൻ പാടില്ല എന്നൊക്കെ രണ്ടുപേരും ഇങ്ങനെ പറയുകയൊക്കെയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ജലജയും അനാമികയും ജാനകിയാണ്. ഇവര് മൂന്നുപേരും ഭയങ്കര ടെൻഷനിലും ദേഷ്യത്തിലും ഒക്കെയാണ് കേട്ടോ. ഇതുപോലെ അക്കിടി പറ്റാനില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജലജ പറയുക, ഇപ്പോഴത്തെ സാധാരണ പിള്ളേര് പറയാറുണ്ടല്ലോ, ഇപ്പൊ ന്യൂ ജനറേഷനൊക്കെ പറയാറുണ്ടല്ലോ, തേപ്പെന്ന്. ആ ന്യൂ ജനറേഷൻ പറയുന്നത് പോലെ ഇത് വല്ലാത്തൊരു തേപ്പായിപ്പോയി, നമ്മൾ തേച്ചതുപോലെ ആയിപ്പോയി. അല്ലാതെ പിന്നെ എന്താ പറയുക. അതെ, ഇപ്പൊ അപ്പച്ചി പറഞ്ഞതാ ശരി, നമ്മളെ തേക്കുക തന്നെയാ ചെയ്തത്. ഇത്രയും ദിവസം നമ്മളിവിടെ പൊട്ടന്മാരായിട്ടല്ലേ ജീവിച്ചത്, നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? അപ്പം ആ അഭിനയിച്ചത് മുഴുവനും എന്താ അഭിനയം ആയിരുന്നു. വല്യമ്മ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതെ, എങ്കിലും അവർക്ക് ഇത്രമാത്രം അഭിനയിക്കാനൊക്കെ അറിയാമോ? നമ്മള് നയനയുടെ ഓരോ കുറ്റം പറയുമ്പം അത് കേട്ട് നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്നിട്ടില്ലേ തരത്തിനൊത്ത്. ഇതെല്ലാം നയനിയോട് സ്നേഹം വെച്ചിട്ടുള്ളതായിരുന്നല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ കുറ്റം മുഴുവൻ അവളോടും ചെന്ന് പറഞ്ഞു കാണുമല്ലോ. ഇത് അപാരം തന്നെ. എങ്കിലും കരള് കൊടുത്തല്ലോ അവള്. അവളുടെ ഐഡിയ ഉണ്ടല്ലോ, ഇതൊക്കെ അവളുടെ ഐഡിയ. ഈ തറവാട് അവളുടെ കൈവശമാക്കാനുള്ള ഐഡിയ. മുത്തശ്ശനെയും മുത്തശ്ശീനെയും ഇപ്പൊ ഏടത്തീനെയും ഏട്ടനെയും എല്ലാവരെയും അവൾ വശത്താക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? അവളുടെ ഈ തന്ത്രം കൊണ്ടാ. അവള് തന്ത്രം മെനയാൻ മിടിക്കുക. കരള് കൊടുത്താൽ എന്താ, 10 ദിവസം ആശുപത്രി കിടന്നാലും ഇപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്തല്ലേ ഏടത്തിക്ക് നയന. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എരിവിരലിന്ന് തരിച്ച് കേറുക മോളെ. അവളുടെ അഭിനയം, അതിന്റെ കൂടെ താളത്തിന് നിന്ന എന്റെ ഏടത്തി, അവരെ നമ്മൾ വിശ്വസിച്ചു, എല്ലാവരും കൂടെ നമ്മളെ പറ്റിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജാനകിയും പറയുക, അതെ പറ്റിച്ചു, നമ്മളെ വെറും പൊട്ടത്തികളാക്കി കളഞ്ഞു, നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ലാതായി പോയില്ലേ. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതും ഏടത്തിയുടെ അഭിനയം അത് വളരെ ഗംഭീരമായിരുന്നു. എങ്കിലും ഏടത്തി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ മാറി മാറി പറയുന്നുണ്ടായിരുന്നല്ലോ എന്തോ സംശയമുണ്ടെന്ന്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പോയത്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അതുപോലെ ഏടത്തി നയനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നിട്ടിപ്പം ഇതാ ജാനകി പറയുന്നത്, നിനക്കും ഏടത്തിയോട് ഒരു സ്നേഹവും അതുപോലെ തന്നെ ഏടത്തി നല്ലവളാണെന്നും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ നയനയില്ലേ, അവളെക്കാളും പഠിച്ച കള്ളിയാ. സ്വന്തം മരുമകൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവളിപ്പം മരുമകളെ കൂട്ടുപിടിച്ചിരിക്കുക. അല്ല, ഇപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്താണല്ലോ. കരള് കൊടുത്തതല്ലേ മരുമകള്, ജീവൻ രക്ഷിച്ചതല്ലേ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വസന്തര വരുന്നത്. അപ്പൊ വസന്തര വന്ന ഉടനെ എന്ത് പറ്റി 3 ആളും കൂടി ഇവിടെ നിന്ന് ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പോ
എങ്കിലും അമ്മേ, അമ്മയ്ക്ക് ഇതറിയായിരുന്നുവല്ലോ, എന്നിട്ട് അമ്മ ഇത് മറച്ചു വെച്ചല്ലോ. ഓ, മനസ്സിലായി. എന്തിനായിരുന്നു ഈ നാടകം? എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങള് മൂന്നിനെ വിഡ്ഢികളാക്കാനോ? അതിനായിരുന്നു ഈ നാടകം. അച്ഛനും ഇതറിയായിരിക്കുമല്ലേ, എല്ലാവർക്കും ഇതറിയായിരിക്കുമല്ലേ. ഓ, അവളങ്ങോട്ട് വലിയ സത്യസന്ധതയായല്ലോ, പതിവ്രതയായല്ലോ. അവള് പുന്നാര അമ്മായിയമ്മയുടെ പുന്നാര മരുമകളായല്ലോ. ജീവൻ കൊടുത്ത് രക്ഷിച്ച പുന്നാര മരുമകള്. ഇതൊക്കെ അവളുടെ തന്ത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇല്ലാതെ പോയി. അനന്തപുരി തറവാട് അടക്കി ഭരിക്കുവാനുള്ള അവളുടെ നാടകമായി ഇതൊക്കെ ഇനിയെങ്കിലും എന്റെ അച്ഛനും അമ്മയും ഒന്ന് മനസ്സിലാക്ക. ഇത് കേട്ടത് നിർത്തടി, എന്താടി നീ പറയുന്നത്? ദേ, നയനെ അല്ല നാടകം കളിക്കുന്നത്, നിങ്ങളാ നാടകം കളിക്കുന്നത്. സ്വത്തിനും പണത്തിനും വേണ്ടി ആക്രാന്തം കാണിച്ചു നിൽക്കുന്നതേ ഒരിക്കലും നയനമോളല്ല. അതിന് അവള് ആക്രാന്തം കാണിച്ചില്ല സ്വത്തിനും പണത്തിനും വേണ്ടി. പിന്നെ അവള് കരള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നല്ല മനസ്സും കൊണ്ടാ, അല്ലാതെ ഞങ്ങളാരും നിർബന്ധിച്ചിട്ടൊന്നും അല്ല. അത് നീ വിചാരിക്കുന്ന പോലെയല്ല. അവള് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാ കരള് കൊടുത്തത്. ഇവിടെ പലർക്കും ഉണ്ടായിരുന്നുവല്ലോ അതേ രക്തഗ്രൂപ്പ്, പക്ഷെ ആരും കരള് കൊടുക്കാൻ തയ്യാറായില്ലല്ലോ. ആ സ്ഥാനത്ത് നയനമോള് കരള് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ ഒന്നും പറഞ്ഞു വാദിച്ച് ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അത്രയ്ക്ക് നല്ലവളാ നയനമോള്. അവള് വന്നതുകൊണ്ടാ ഇപ്പൊ ദേവയാനി ഈ വീട്ടിൽ ജീവിച്ചു വരെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിലേ ഒരുപക്ഷെ ദേവയാനി ഇപ്പൊ ഈ വീട്ടിൽ കാണില്ല. അപ്പൊ അവളുടെ മരുമകളെ സ്നേഹിക്കുന്നതിനാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? ഒരിക്കലും ഞങ്ങള് നയനമോളെ തള്ളി പറയില്ല. അവള് ദേവയാനിക്ക് മാത്രമല്ല, അനന്തപുരി തറവാട്ടിലെ ഓരോ കാര്യത്തിലും അവളുടെ കൈയുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം മൂർത്തീസ് ജുവലറി തലപ്പത്ത് നിൽക്കുന്നതും നമ്മളൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതും അതിൽ നിന്ന് ലഭിക്കുന്നത് ഓരോരുത്തരുടെ ഡെപ്പോസിറ്റുകളായിട്ട് വീഴുന്നതും. അല്ലാതെ അവക്കതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല നയനമോള്. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും അവളോട് സംസാരിക്കുകയും പെരുമാറുകയും പകയില്ലാതെ പെരുമാറുകയും ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ഞാനല്ലായിരിക്കും പ്രതികരിക്കുന്നത്, അവളുടെ അമ്മായിമ്മ ഉണ്ടല്ലോ, ദേവയാനി. അതുകൊണ്ട് സൂക്ഷിച്ചോ മൂന്നെണ്ണവും. പിന്നെ അനാമികമോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവൾമാരുടെ കൂടി മോളുടെ ജീവിതം വെറുതെ കളയരുത്. അപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, എന്റെ ജീവിതം ഇനിയിപ്പൊ എന്ത് ഇതാ ഉള്ളത്? എന്റെ ഭർത്താവോ ഒരു വഴി. എന്റെ ഭർത്താവ് അവളുടെ അനിയത്തിയുടെ കൂടെയല്ലേ. ദേ മോളെ, ഈ പറച്ചിലാണ് നീ നിർത്തേണ്ടത്. നിന്റെ ഭർത്താവ് അവളുടെ അനിയത്തിയുടെ കൂടെ പോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം, അല്ലാതെ അതിന് വഴി വെട്ടിയൊരുക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ജലജ പറഞ്ഞു, അയ്യോ, അവൾ ഇനിയും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ശരിയായല്ലോ. കുടുംബസ്വത്ത് മുഴുവനും അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ആയിട്ട് അങ്ങ് എടുക്കാലോ. അത് തന്നെയാ അവൾമാരുടെ ഉദ്ദേശം. ജലജ ഇതുപോലെയുള്ള സംസാരം സംസാരിക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ അനാമിക ഇപ്പൊ ഇവിടെ വരില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് നയനമോക്ക് അറിയായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഈ വിവാഹം നടത്തിയില്ല? അതും അവളുടെ തന്ത്രം അത് തന്നെയാ. അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ അവള് വിശാല ഹൃദയമായിട്ട് നിൽക്കുന്നവളൊന്നും അല്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജലജെ. നിന്നോട് പറയുന്നതിലും ഭേദം ഏതെങ്കിലും പാറക്കല്ലിന്റെ മുമ്പിൽ പോയിരുന്ന് പറയുന്നതാ നല്ലത്. ദേവി ചെയ്ത് ഒന്ന് പൊക്കെ, നീ മാറിപ്പോ, അതാ ഇപ്പൊ നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വസന്തര അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും എല്ലാവർക്കും വലിയ അക്കടി പറ്റിപ്പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വേണുവിനെ രേവതീനെയാണ്. വേണൂരെ രേവതിയുടെ അടുത്ത് അനാമിക വന്ന് എല്ലാം പറഞ്ഞപ്പോ, എങ്കിലും എന്റെ പൊന്നു മോളെ, നീ ആ കരള് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് വിലസത്തില്ലായിരുന്നോ? ഞാൻ അന്ന് പറഞ്ഞതല്ലേ കരള് കൊടുക്കെന്ന്. എന്നിട്ട് നീ കേട്ടോ? ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ അച്ഛാ? പിന്നെ കരള് കൊടുത്ത് വിശാല ഹൃദയം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയാം, അവിടെ ഞാൻ അധികം നാള് കാണത്തുമില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ കരള് കൊടുക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കൈ തടഞ്ഞിട്ട് എനിക്ക് എടുത്തോണ്ട് ഇങ്ങ് പോരാനുള്ളതല്ലേ, അല്ലാതെ സ്ഥിരമായിട്ട് അവിടെ അനിയുടെ ഭാര്യയായിട്ട് നിന്ന് അവരുടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കരളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം കരള് കൊടുത്തവള് കൊടുത്തു. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോ മോളെ, പിന്നെ നീ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ സത്യം പറഞ്ഞാൽ അമ്മായി അമ്മയും മരുമകളും ഒന്നിച്ചതിൽ ഏറ്റവും കൂടുതൽ വിഷമം നിനക്കല്ലേ ഉള്ളത്. വിഷമമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ട്. പക്ഷെ എന്നെക്കാളൊക്കെ വിഷമമുള്ളത് അപ്പച്ചിക്കും അമ്മയ്ക്കും ഒക്കെ തന്നെയാ. ഇനിയിപ്പൊ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളത് മോളെ, നീ സൂക്ഷിച്ചോ. നിന്റെ വല്യമ്മ തിരിഞ്ഞു മറുകണ്ഠം ചാടി. ഇനി എപ്പോഴാണ് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ സ്വന്തം അമ്മായിയമ്മ മറുകണ്ഠം ചാടുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ സോപ്പിട്ടും എനിക്ക് നീ കയ്യിൽ വെച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും അനാമികയ്ക്ക് ഇതിലും വലിയ അക്കടി പറ്റാനില്ല. വേണമെങ്കിൽ കരളൊന്ന് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ അനാമിക അവിടെ ദേവയാനിയുടെ മുമ്പിൽ ആരായിരുന്നനെ. ഏതായാലും കരള് കൊടുത്തില്ല. അതിൽ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആദർശിനെയാണ്.
നയന നേരെ ഓഫീസിലേക്ക് ചെല്ലാണ്. ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദർശ വേറെ ഏതോ ഒരു ബ്രാഞ്ചിലേക്ക് പോകാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ചെല്ലുന്നത്. അപ്പൊ നയന ചെന്നതും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായല്ലേ, സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നല്ലേ എന്നിങ്ങനെ ചോദിച്ചു. പറഞ്ഞു, ആദർശേട്ടൻ ഇതൊക്കെ അറിഞ്ഞോ? ആ, എന്നെ അമ്മ വിളിച്ചെല്ലാം പറഞ്ഞായിരുന്നു. ഏതായാലും സത്യങ്ങൾ അറിഞ്ഞതൊക്കെ തന്നെ നല്ലത് തന്നെയാണ്. എത്ര നാളെ നമ്മൾ ഈ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത്? അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു, അത് പിന്നെ ദേ ഞാൻ ആ കരള് കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയില്ല, ഇനിയിപ്പം എന്നോടുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാവർക്കും കൂടുന്ന തോന്നുന്നത്. അതിനിപ്പോ എന്താ, ദേഷ്യവും വൈരാഗ്യവും കൂടട്ടെ. അല്ല, നിന്നെ മനസ്സിലാക്കുന്ന എൻ്റെ അമ്മയും അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അനിയും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇനിയിപ്പം അറിയാനുള്ള ആ ഒരു രഹസ്യം അതാരും അറിയാൻ പാടില്ല. അത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പലരുടെയും ജീവിതം തകരാൻ പോകുന്നത്. ഇല്ല ആദർശേട്ടാ, ഒരിക്കലും അത് പുറത്തു പറയാൻ പാടില്ല. അത് പരമാവധി നമ്മൾ മൂടി വെക്കുക തന്നെ ചെയ്യണം. അത് മൂടി വെക്കുക തന്നെ ചെയ്യും. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടും എല്ലാം സംസാരിക്കണമെന്ന് ഞാനും അമ്മയും ഇങ്ങനെ ഇന്ന് ചർച്ച ചെയ്തിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അറിഞ്ഞതൊക്കെ അറിഞ്ഞു, അത് എന്നായാലും അറിയേണ്ടതൊക്കെ തന്നെയാണ്. അതിപ്പോൾ അറിഞ്ഞതുകൊണ്ട് എനിക്കും വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ഇനി എനിക്കും അമ്മയ്ക്കും എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കണമെങ്കിലും എനിക്ക് അമ്മേനെ സ്നേഹിക്കണമെങ്കിലും ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ ഒരുമിച്ചാകാലോ. ചങ്ക് പിടയ്ക്കുന്നവരുടെ ചങ്ക് അവിടെ കിടന്ന് പിടച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അഭിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അഭിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കണം എന്നാണ് മുത്തച്ഛൻ പറയുന്നത്. നിന്റെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചെന്ന് മുത്തച്ഛനോട് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല ഒരവസ്ഥയാന്ന് പറഞ്ഞപ്പോ, അങ്ങനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയല്ലേ ദോഷം. അവനവിടെ എന്താ കാട്ടിക്കൂട്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പിന്നെ നയന, ഞാന് അനിയെ അവിടെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് നല്ല മാനേജറിനെ അവിടെ വെച്ചത്. കാരണം അവന് ബ്രാഞ്ച് നോക്കി നടത്തുവാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ രണ്ട് നല്ലൊരു മാനേജറിനെ വെച്ചത്. ഇനിയിപ്പം അഭിക്ക് അങ്ങനെ ഒരു ബ്രാഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കോഴിക്കോട് നമ്മുടെ ഏജന്റിൽ ഒരു നല്ലൊരു മാനേജർ ഉണ്ട്. അപ്പം പുള്ളിക്കാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മാറ്റുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ കണ്ണും എപ്പോഴും അഭിയുടെ മേൽ കാണുമെന്ന് പറയുമ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അല്ലാതെ എല്ലാം വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആദർശേട്ടാന്ന് പറയുമ്പം അത് നമുക്ക് ഉചിതം പോലെ ചെയ്യാം. ഏതായാലും നവ്യ ആവശ്യപ്പെട്ടത് കൊണ്ട്, അവനിപ്പോ ഒരു അച്ഛനായതുകൊണ്ടും നമ്മൾ ഇനിയിപ്പോ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചിലപ്പം അതിന് പല പല ചോദ്യങ്ങൾ ഉയരും. പിന്നെ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കണ്ട് ചെയ്യാന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ക്യാമ്പാണ് കേട്ടോ. അപ്പൊ പോലീസ് ക്യാമ്പിൽ വീണ്ടും നമ്മുടെ നന്ദുവിനോടുള്ള ക്രൂരത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനർ ആണെങ്കിൽ നന്ദു ചുമ്മാതെ ഇരിക്കുമ്പോൾ ചെന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് വഴക്കുണ്ടാക്കാണ്. നിന്റെ കാമുകൻ ഇന്നലെ വന്നില്ലേടി, നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തിനാ ഇവിടെ നിർത്തി എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നത്? എനിക്ക് പിന്നെ പുറത്തു ആക്കുവാണെ എന്നെ പുറത്താക്കിക്കൂടെ? പറ. ഇനിയിപ്പം വെറുതെ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ മനസ്സിൽ എന്നെ പുറത്താക്കണമെന്നാണ് ഉദ്ദേശിച്ചെങ്കിലും ഓക്കെ, ഞാൻ പുറത്തു പൊക്കോളാം, അതിനെനിക്ക് വിരോധമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നിന്നെ ഇവിടുന്ന് പുറത്താക്കും ഞാൻ. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വൈരാഗ്യം? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എപ്പോഴും എന്റെ പുറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. പിന്നെ നിന്റെ കാമുകനെ നീ വിളിച്ചു വരുത്തിയല്ലോ, അതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ നന്ദു അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ചിട്ട് പറയുകയാണ്, അനി എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഒന്നാമത് എൻ്റെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. ഒന്നാമത് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാ ഇവിടുത്തെ ട്രെയിനർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എങ്ങനെയാ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. അതിൻ്റെ കൂടെയാണ് നിന്റെ വരവ്. നീ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണോ നോക്കുന്നത്? അത് പിന്നെ നന്ദു, നീ ഫോൺ എടുക്കാത്തപ്പം, ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു പോലീസ് ക്യാമ്പിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് സ്വപ്നമായിരുന്നു SI ആകുക എന്നുള്ളത്. ആ സ്വപ്നം തകർക്കാനാണോ നിന്റെ ഉദ്ദേശം? ദേ, ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്വപ്നം തകർത്താലുണ്ടല്ലോ ഇനി മേലാൽ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഏതായാലും അനിക്കും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നാണം കെട്ടു പോകുമല്ലോ അനിയും. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പം മിക്കവരും പറയുന്നുണ്ട് ഇന്ന് ഇച്ചിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താണ് ഞാൻ ഇടുന്നതെന്ന്. എന്നും കറക്റ്റ് രേവതിയുടെ സച്ചിയുടെയും കഥ ഞാൻ ഇടുന്നത് ഒരു 6:53 ആയിരുന്നു. അപ്പൊ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയതേ, അറിയാലോ ഇന്ന് പൊതു പണിമുടക്കും ഹർത്താലും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ എണീക്കും. പക്ഷെ ഇന്ന് എണീറ്റപ്പോൾ അങ്ങോട്ട്
എണീക്കാനങ്ങ് പറ്റുന്നില്ല. നമ്മുടെ കട്ടപ്പന അകിടിക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ, തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എക്സ്ട്രീം ലെവലാണ്. അപ്പം അതുകൊണ്ട് ഈ രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം ഈ പിള്ളേർക്ക് സ്കൂളുള്ളപ്പോൾ നമ്മൾ എണീക്കും. പക്ഷേ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ ഇച്ചിരി നേരം കൂടെ കിടക്കാന്ന് പറഞ്ഞ് കണ്ണൊന്നും അടച്ചതാ, മയങ്ങിപ്പോയി. പിന്നെ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഇച്ചിരി വൈകിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇനി നാളെ മുതൽ കറക്റ്റ് സമയത്തൊക്കെ ഇടാട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.